ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ തെങ്കാശിയിലാണുള്ളത്. അപ്പോൾ തെങ്കാശി വന്നപ്പോൾ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ കടകൾ തപ്പി നടന്നു. ലാസ്റ്റ് ഒരു തൊപ്പി വാപ്പ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി കടയിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ എറണാകുളത്ത് എവിടെ കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എറണാകുളത്ത് എവിടെ നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട്. ഇതിൽ ലോഗോയിലുള്ള ആൾ തന്നെയാണ് അവിടെയും എറണാകുളത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നല്ല തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി കഴിഞ്ഞു പോയി. ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി, പിന്നെ തന്തൂരി ചിക്കൻ ബിരിയാണി, ഷവായി ബിരിയാണി, പിന്നെ ഷവായി എന്ന് പറഞ്ഞാൽ ഗ്രിൽഡ് ചിക്കൻ ബിരിയാണി, പിന്നെ ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയ കട പോലെ ഇരുന്നിട്ട് കയറി വന്നപ്പോഴത്തേക്ക് അടിപൊളി ഡിസ്കോ ലൈറ്റ്, ഇൻക്ലൂഡിങ് ഡിസ്കോ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. വന്ന് നമുക്ക് കഴിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് നല്ല തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ 65 ഉണ്ട്, പിന്നെ തന്തൂരി ചിക്കനും. ഇങ്ങനെയായിട്ട് നമ്മളൊരു ഇവിടുത്തെ ഫേമസ് സംഭവം ഉണ്ടല്ലോ ജിഗർദണ്ട, ആ ജിഗർദണ്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജിഞ്ചർ ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ട്. ജിഞ്ചർ ലൈം സോഡ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ചു തുടങ്ങാം. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എല്ലാ മെനു, ഇവിടുത്തെ മെനു വാസ്റ്റ് മെനു ആണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാനുള്ള സാധനങ്ങൾ. മുട്ട, ഇതിൽ ചിക്കനിലുണ്ടോ തൊലിയുള്ള ചിക്കനാണ്. നമ്മൾ ഈ ഷവായിലൊക്കെ മേടിക്കും പോലത്തെ തൊലിയുള്ള ചിക്കനാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ കത്തിരിക്കയുടെ ഒരു ഗ്രേവിയും, പിന്നെ തൈര് സാലഡും. എന്തായാലും മുട്ട ഉണ്ടല്ലോ. നമുക്ക് ഒരു ചൂടുണ്ട് കേട്ടോ. 2 പീസും കുറച്ച് ചോറും കൂടെ വെച്ച് ആദ്യം കഴിക്കാം. കൊള്ളാം, നല്ല ബിരിയാണി, നല്ലൊരു ലൈറ്റ് സ്മൂത്ത് ടേസ്റ്റ്. മനസ്സിലായോ? ഇത് നല്ല ഈ റൈസിലേ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ്റെ സ്കിന്ന് നമുക്ക് എടുക്കാം. സ്കിന്നും റൈസുമായിട്ട് കഴിക്കുക. ഫാറ്റിൻ്റെ കണ്ടന്റുണ്ടല്ലോ, അടിപൊളി. ഇത് ബ്രോയിലർ തന്നെയാണെന്ന് തോന്നുന്നു. നാട്ടുകോഴി ആവാൻ വഴിയില്ല. നമുക്ക് കത്തിരിക്ക ചാറ് കഴിച്ചോളാം. കത്തിരിക്കയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ സാധാരണ ഗ്രേവിയൊക്കെ കിട്ടൂലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്കൊന്ന് വെജ് ഐറ്റം ആണെന്ന് തോന്നുന്നത്. ചിക്കൻ്റെ ഫ്ലേവർ പറഞ്ഞില്ല. ഈ റൈസിലിട്ടിരിക്കുന്ന മസാലയുടെ ആ ഒരു ഫ്ലേവറാണ്. ആ ഫ്ലേവർ പ്ലസ് നമ്മുടെ കത്തിരിക്കയുടെ ടേസ്റ്റ്, അതാണ് ഇതിന് കിട്ടുന്നത്. ഒരു സാലഡ് കഴിക്കാം. നല്ല സാലഡ് കേട്ടോ. നമ്മളെല്ലാം കൂടെ കഴിക്കാം. ചിക്കൻ, റൈസ്, കത്തിരിക്ക, സാലഡ്, മുട്ട, ഇതെല്ലാം കൂടെ ഇട്ട് കുഴച്ച് ഇങ്ങനെ. ഇതാണ് ഞാൻ പറഞ്ഞ തമിഴ്നാട് ബിരിയാണി. ഈ തമിഴ്നാട് ബിരിയാണി നമ്മൾ ഇവിടെ വന്ന് കഴിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു ടേസ്റ്റാണ്. അതെങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. നല്ല ഇതിൻ്റെ മസാലയില്ലേ, ലൈറ്റ് മസാലയാണ്. ഞാൻ പലപ്പോഴും തമിഴ്നാട് ബിരിയാണി ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഞാൻ കൂടുതൽ എരിവാണ് കൂടുന്നത്, ഈ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഫ്ലേവർ വരണില്ല. പക്ഷെ ഇവരെങ്ങനെയാണ് ഈ ഫ്ലേവർ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. നല്ല ഫ്ലേവർഫുൾ റൈസാണ്. മനസ്സിലല്ല. നമുക്ക് ഇതിനോട് സൈഡായിട്ട് ഉള്ള ചിക്കൻ 65 റൈസാണ്. ഫ്രഷ് ചിക്കൻ, ലൈറ്റ്ലി കോട്ടഡ്, ചെറുതായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള. അധികം സ്പൈസ് ഒന്നും അല്ല, സ്പൈസ് ഒട്ടുമില്ല എന്ന് പറയാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് ലൈം ഒന്ന് പിഴിഞ്ഞു. സൂപ്പർ സാധനം. കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാം. അടുത്ത ഐറ്റം തന്തൂരി ചിക്കൻ. തന്തൂരി ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാം.
നല്ല ചുമന്ന കളറുണ്ട്. നല്ല തന്തൂരി, ആവശ്യത്തിന് സോഫ്റ്റാണ്. നല്ല 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 തന്തൂരി, ഒരു പ്രത്യേക, അതായത് ഒരു പ്രോപ്പർ തന്തൂരി ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഇത്രയും ഫ്ലേവർ ഉണ്ട്. എന്നോട് ഒരു മയണൈസ് വന്നിട്ടുണ്ട്. മയണൈസ് കൊണ്ട് ചോദിക്കാം. നല്ല മയണൈസ്, അടിപൊളി മയണൈസ്. നമുക്ക് എല്ലാം കൂടി ഇട്ടൊന്ന് കുഴച്ചടിക്കാം. ചിക്കൻ, റൈസ്, മുട്ട, പിന്നെ കുറച്ച് സാലഡ്, കുറച്ച് ഇത്, പിന്നെ ഒരു ചിക്കൻ 65 പീസ്, കുറച്ച് തന്തൂരി ചിക്കൻ്റെ പീസ്. ഇതാണ് പ്രോട്ടീൻ ഉരുള എന്ന് പറയുന്നത്. റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവും പ്രോട്ടീൻ കൂടുതലും. പ്രോട്ടീൻ ഉരുള ഇങ്ങനെ ഉരുട്ടി 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 അടിപൊളി സാധനം. അപ്പം നമുക്ക് ജിഗർദണ്ടയും ജിഞ്ചർ ലൈം സോഡയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും തരട്ടെ, വന്നിട്ട് കാണാം. ഫൈനലി നമ്മുടെ ജിഗർദണ്ട വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കാം. പാലിൻ്റെ കട്ടിയില്ലേ ഇത്? ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ജിഗർദണ്ട ഇതിന് മുന്നേ കുടിച്ചിട്ടുണ്ട്. കൊല്ലത്തൊരു ജിഗർദണ്ടയുടെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് കുടിച്ച് നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? മലായൊക്കെ മുകളിലിട്ടിട്ട്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിലാണ്. ഇതിൽ മലായൊക്കെ ഉണ്ട്, കുറച്ച് ലിക്വിഡിയാണ്. നമ്മൾ നേരത്തെ കൊല്ലത്ത് നയിച്ചിട്ടുള്ളതിനാണെങ്കിൽ ഭയങ്കര തിക്കായിരുന്നു. ഇത് നല്ല ലൂസായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വരുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, പണ്ടൊക്കെ സിപ്പപ്പില്ലേ, നമ്മൾ സിപ്പപ്പ് മേടിക്കുമ്പോൾ പാലിൻ്റെ സിപ്പപ്പ് മേടിക്കും. അപ്പോൾ അതിൽ വരുന്ന ടേസ്റ്റ് ഇതാണ്, ഈ സെയിം ടേസ്റ്റാണ്. ആ സിപ്പപ്പ് കുടിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. ഭയങ്കര ലൈറ്റ്. ഞാൻ കഴിഞ്ഞ ജിഗർദണ്ട കഴിച്ചിട്ടുള്ളതെല്ലാം തിക്കായിട്ടുള്ള ജിഗർദണ്ടാണ്. ഇത് ഭയങ്കര ലൂസാണ് കേട്ടോ. ഫൈനൽ സാധനം ജിഞ്ചർ ലൈം സോഡ. അടിപൊളി. ഒരു ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. എനിക്കൊന്ന് 2-3 നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ഐസ് കട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിൽ കിട്ടുമ്പോഴല്ലേ വേറെ എന്തോ ഷേപ്പിൽ കിടക്കുന്നത്. റിഫ്രഷിങ്. പക്ഷേ ഒരു ലൈമിന് വരെ 2 ലൈം പിഴിഞ്ഞു എന്ന് തോന്നുന്നു. നമ്മൾ കഴിച്ച് പുറത്തിറങ്ങി. നല്ല കിഡിലും മഴയാണ് ഇവിടെയും. കേരളത്തിൽ ഇപ്പം നല്ല മഴയാണ്. ചിക്കൻ ബിരിയാണിക്ക് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 230 രൂപയായിരുന്നു. ചിക്കൻ ബിരിയാണി അത്യാവശ്യം നല്ല ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ തന്തൂരി ചിക്കൻ ഒരു രക്ഷയില്ല, അതിൻ്റെ വില 150 രൂപ അകത്തായിരുന്നു. അടിപൊളി ആയിരുന്നു തന്തൂരി ചിക്കൻ. പിന്നെ വന്ന 65 കൊള്ളാം. ബട്ട് ദെൻ 220 രൂപയാണ് അത്രയും 16. പിന്നെ നമ്മളെന്താ മേടിച്ചത്? ജിഗർദണ്ട പ്രോപ്പർ ഇതിനേക്കാളും ഇതിൻ്റെ ഒരു 10 ഇരട്ടി കിടിലൻ ജിഗർദണ്ട ഞാൻ കൊല്ലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് അത്രയും എക്സ്പെക്റ്റേഷൻ ഒന്നും ആയിട്ടില്ല. അതിന് 70 റുപ്പീസ് സംതിങ് ആണ്. പിന്നെ നമ്മുടെ ഈ ജിഞ്ചർ ലൈം സോഡ അതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം 2 ലൈമൊക്കെ ഒരുമിച്ച് പിഴിഞ്ഞതുപോലെ തോന്നി. ചെറിയൊരു അരുണിൻ്റെ ഒരു ഐസ്ക്രീമും കോൺ ഐസ്ക്രീമും പിന്നെ ഈ പാനും വാങ്ങിച്ചേ. ഇത് പല സ്ഥലത്തും കണ്ടിട്ട് എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനമാണ്. അതിപ്പോൾ ഇന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. സ്വീറ്റ് പാൻ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം. മറ്റേ ഇതാണ് ടൂട്ടി ഫ്രൂട്ടി. ഇല്ല, ബേസിക്കലി ഇതൊരു മൗത്ത് ഫ്രഷ്നറാണ്. മറ്റേതല്ല, പുകയിലല്ല, ഇത് മൗത്ത് ഫ്രഷ്നറാണ്. കഴിച്ചു. കൊള്ളൂലേ? നിനക്കൊന്നുമില്ല? എനിക്ക് വേണ്ട, ഞാനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ആരുടെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചോളാം. ഭയങ്കര പോഷു തുപ്പികളാ. അതിൻ്റെ അകത്തുള്ള സാധനം മാത്രം എടുത്ത് കഴിക്കാൻ കൊള്ളാം. പുറത്തുള്ള ആ ഇലയെന്ന് പറഞ്ഞാൽ മറ്റേ പാക്കിൻ്റെ ഇല ഉണ്ടല്ലോ. പിന്നെ നീ എന്താ വിചാരിച്ച് പുറത്തുള്ള എല്ലാം ഷുഗർ കട്ട് ചെയ്താ? ഞാറായും എങ്ങനെ ആൾക്കാർ കഴിക്കണ ചവർപ്പ് കേട്ടാ. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
ഈ തെങ്കാശി ഏരിയയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ കമ്പയർ ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ഒരു കൊളോക്കിയൽ, അതായത് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും നെഗറ്റീവായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. കാരണം ഇവിടെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ. കാരണം ഇവിടെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടാൻ വഴിയില്ല, അല്ലേ മോ? കുറവായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരെ സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.